ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് നാള് മാത്സ് നോക്കാം. ഇത് നമുക്ക് ഇപ്പോഴത്തെ എക്സാമിനൊക്കെ വരുന്ന ഒരു ടോപ്പിക്കാണ്. LCM ആൻഡ് HCF എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ LCM HCF കണ്ടുപിടിക്കണമെങ്കിൽ മൾട്ടിപ്പിൾസും അറിയണം, HCF കണ്ടുപിടിക്കണമെങ്കിൽ ഫാക്ടേഴ്സും അറിയണം. അപ്പൊ നമുക്ക് ആദ്യം ഫാക്ടേഴ്സിനെ പറ്റി നോക്കാം, എന്നിട്ട് നമുക്ക് മൾട്ടിപ്പിൾസിനെ കുറിച്ച് നോക്കി, അത് കഴിഞ്ഞ് HCF നോക്കി, അതിനുശേഷം LCM നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വാട്ട് ആർ ഫാക്ടേഴ്സ്? എന്താണ് ഫാക്ടേഴ്സ്? If a number is divisible by another number, it is called its factor. അതായത് ഇപ്പൊ ഒരു നമ്പർ വേറൊരു നമ്പറുമായിട്ട് ഡിവിസിബിൾ ആണെങ്കിൽ അത് ആ നമ്പറിന്റെ ഫാക്ടർ ആയിരിക്കും. അതാണ് ഫാക്ടർ എന്നതിന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ 2 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫാക്ടർ ആണ്. എങ്ങനെയെന്ന് വെച്ചാൽ 2ന്റെ ഫാക്ടേഴ്സ് 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. കാരണം 1 × 2 = 2. അപ്പോൾ 1ഉം 2ഉം അതിൽ വരുന്നുണ്ട്, 2 നമ്പറേ ഉള്ളൂ. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് 2നെ ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് 1ഉം 2ഉം ആണ് നമ്മുടെ 2ന്റെ ഫാക്ടേഴ്സ്. പക്ഷെ ഈ 2ന് താഴെയും ഉള്ള ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, പ്രൈം ഫാക്ടേഴ്സ്. പിന്നെ അതിന് മുകളിലുള്ളതിനെ നമ്മൾ കോമ്പോസിറ്റ് എന്നും പറയും. 6ന്റെ എങ്ങനെയാന്ന് വെച്ചാൽ 6 × 1 = 6. അതായത് അപ്പം എന്താണ്, 6ഉം വരും 1ഉം വരും, കാരണം ഇവിടെ ഇതുണ്ട്. പിന്നെ അടുത്തത് എന്താണ്, 3 × 2 = 6. അപ്പൊ ഇവിടെ 2ഉം വരും 3ഉം വരും. ഒരിക്കൽ എന്താണ്, ഒരു സാധനത്തിന്റെ ഫാക്ടർ അതൊരിക്കലും ആ നമ്പറിന്റെ മുകളിൽ പോകൂല. ഇപ്പൊ 6ന്റെ ഫാക്ടർ ഒരിക്കലും 6 കടന്നു പോകൂല. അടുത്തത് 12. 12ന് എങ്ങനെയാന്ന് വെച്ചാൽ 12 × 1 = 12. അപ്പൊ 1ഉം 12ഉം വന്നു. പിന്നെ 2 × 6 = 12. അപ്പൊ 2ഉം 6ഉം വന്നു. പിന്നെ 3 × 4 = 12. അങ്ങനെ ഇത്രയും നമ്പേഴ്സ് നമുക്ക് കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഫാക്ടേഴ്സിനെ കണ്ടുപിടിക്കുന്നത്. പിന്നെ 2ന് താഴെയും ഫാക്ടേഴ്സ് ഉള്ളതിനെ പ്രൈം എന്നും 2ന് മുകളിൽ ഫാക്ടേഴ്സ് ഉള്ളതിനെ കോമ്പോസിറ്റ് എന്നും നമ്മൾ വിളിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്കിനി Q&Aയിലോട്ട് പോവാം. അപ്പൊ നമുക്ക് Q&Aയിലോട്ട് പോകുന്നതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫാക്ടേഴ്സ് ഓഫ് 5. എന്നിട്ട് ഈസ് ഇറ്റ് പ്രൈം ഓർ കോമ്പോസിറ്റ്? അതായത് ആദ്യം ഇതിന്റെ 5ന്റെ ഫാക്ടേഴ്സ് എഴുതണം, ഫുൾ ഫാക്ടേഴ്സ് എഴുതണം. പിന്നെ അത് പ്രൈം ആണോ കോമ്പോസിറ്റ് ആണോ എന്ന് എഴുതണം. ഇതാണ് ഇതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഞാൻ എല്ലാ ക്വസ്റ്റ്യനും 5 സെക്കൻഡ് തരും ആൻസർ ചെയ്യാൻ. 5 സെക്കൻഡിനുള്ളിൽ ആൻസർ ചെയ്യണം. 5 സെക്കൻഡ് അല്ല, 10 സെക്കൻഡ്. 10 സെക്കൻഡിനുള്ളിൽ ആൻസർ ചെയ്യണം. കുറച്ചും കൂടെ ടൈം വേണം എന്നുള്ളവർ പോസ് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. അപ്പം ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. 1 2 3 4 5 6 7 8 9 10. ടൈമർ കഴിഞ്ഞ് വേണമെങ്കിൽ പോസ് ചെയ്ത് വെച്ച് ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് ഓൺ ചെയ്താൽ മതി. അപ്പൊ ആദ്യത്തെ 5ന്റെ ഫാക്ടേഴ്സ് ആണ് ആദ്യം എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. 5ന് 2 ഫാക്ടറേ ഉള്ളൂ, 1ഉം 5ഉം. 1ഉം 5ഉം മാത്രമാണ് 5ന്റെ ഫാക്ടേഴ്സ്. കാരണം നമുക്ക് എന്താണ്, വേറെ ഒരു നമ്പറിനെയും 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. പറ്റും, പക്ഷെ റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് എന്താണ് 1ഉം 5ഉം ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇനി അത് പ്രൈം ആണോ കോമ്പോസിറ്റ് ആണോ എന്ന് നോക്കണം. 2 ഫാക്ടേഴ്സേ ഉള്ളൂ. അപ്പൊ 2 ഫാക്ടേഴ്സ് ഉള്ളതിനെ നമ്മൾ എന്താ പറയാ, പ്രൈം എന്നാണ് പറയാ. കോമ്പോസിറ്റിന് 2 കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം 5 ഒരു പ്രൈം നമ്പറാണ്. 5. ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. റൈറ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 9.
നമ്മൾ റൈറ്റ് ദ മൾട്ടിപ്പിൾസ് ഓഫ് 9 എന്ന് പറഞ്ഞാൽ അത് ഇൻഫിനിറ്റി ഉണ്ട്. വർഷങ്ങൾ എടുത്താലും ഒരിക്കലും നമുക്കത് എഴുതി തീർക്കാൻ പറ്റൂല. കാരണം വർഷങ്ങളല്ല, ബില്യൺ കണക്കുള്ള വർഷങ്ങൾ എടുത്താലും നിങ്ങൾക്ക് 5ന്റെ മൾട്ടിപ്പിൾസ് അല്ല 9ന്റെ മൾട്ടിപ്പിൾസ് എടുത്ത് തീർക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇതിൽ 5 5 9ന്റെ മൾട്ടിപ്പിൾസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാം 9ന്റെ 5 മൾട്ടിപ്പിൾസ്. 9 into 1 9, 9 into 2 18, 9 into 4 അല്ല 9 into 3 27, 9 into 4 എന്താണ് 36, 9 into 5 45. ഇത്രയാണ് മറ്റേ 5 മൾട്ടിപ്പിൾസ്. 9ന്റെ 5 മൾട്ടിപ്പിൾസ് ഇതാണ്. പിന്നെ ഇതിൽ കുറേ ഉണ്ട്, അതുകൊണ്ട് നമുക്കിവിടെ ഒരു എക്സെട്ര എന്നുള്ളൊരു ചിഹ്നം കൊടുക്കാം. അതായത് ഇനിയും കുറേ ഉണ്ടെന്നാണ് എക്സെട്രേൻ്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കുക. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചതിന്റെ Q&A. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചെന്ന് വെച്ചാൽ ഫാക്ടേഴ്സ് പഠിച്ചു, മൾട്ടിപ്പിൾസ് പഠിച്ചു, മൾട്ടിപ്പിൾസ് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് പഠിച്ചു. പിന്നെ ഫാക്ടേഴ്സിന് 2 ടൈപ്പ് ഉണ്ട്, പ്രൈമും കോമ്പോസിറ്റും. പ്രൈമും കോമ്പോസിറ്റും എങ്ങനെ കണ്ടുപിടിക്കണം, ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കണം എന്നും പഠിച്ചു. പിന്നെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.